ആര്യേ തണുപ്പുണ്ടോ? നല്ല തണുപ്പുണ്ട്. പഠിച്ചു തുടങ്ങുമ്പം കുഞ്ഞിന് എത്ര വയസ്സുണ്ടായിരുന്നു? കുഞ്ഞിനൊരു 1.5 വയസ്സേ ഉള്ളായിരുന്നു. അപ്പൊ ഈ 1.5 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ട് എങ്ങനെയാ പഠിക്കാനൊക്കെ? നല്ല പാടായിരുന്നു. കൊച്ചു ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ അമ്മയും അച്ഛനും ഒക്കെ നല്ല കോപ്പറേറ്റീവ് ആയതുകൊണ്ട് ഹസ്ബൻഡും അവരെല്ലാം കൂടെ നോക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ട് പഠിക്കാൻ സമയം കിട്ടുമായിരുന്നു. ആര്യ പഠിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? അതായത് സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും ഒക്കെ എങ്ങനെയായിരുന്നു? നന്നായിട്ട് പഠിക്കുന്ന ആളായിരുന്നു? ഞാനാണെങ്കിൽ അങ്ങനെ അധികമൊന്നും പഠിക്കത്തില്ലായിരുന്നു. പിന്നെ ഡിഗ്രിക്ക് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് നന്നായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. പിന്നെ ഇത് നമുക്ക് ജീവിതത്തിൽ ഒരു ജോലി വേണം എന്നൊരാഗ്രഹത്തോടു കൂടി നന്നായിട്ടിരുന്ന് പഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ജോലിയിൽ എത്തിപ്പെട്ടത്. ഇപ്പം എവിടെ ജോലി ചെയ്യുന്നത്? ഇപ്പം സിവിൽ കോടതിയിലാണ്, ദേവികുളം. പുതിയതായിട്ട് ജോലിക്ക് കയറാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എന്താണ് ആര്യക്ക് ഒരു ഉപദേശമായിട്ട് കൊടുക്കാനുള്ളത്? ഒരു ആവറേജ് സ്റ്റുഡൻ്റായ എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ടൊക്കെ നന്നായിട്ട് പറ്റും. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് വാങ്ങിക്കാൻ ശ്രമിക്കുക. ഈ താരതമ്യേന പാടുള്ള വിഷയങ്ങളായ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് അതൊക്കെ എങ്ങനെയാണ്, ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? അത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്ത് പഠിക്കുമായിരുന്നു. പിന്നെ സംശയമുള്ളത് എൻ്റെ ഹസ്ബൻഡിനെ അറിയാം കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ ആവർത്തിച്ച് ചെയ്ത് പഠിച്ചാണ് പിന്നെ അത് മനസ്സിലാക്കിയെടുത്തത്. എന്നാലും നമ്മൾ എത്ര പഠിക്കണമെന്ന് വിചാരിച്ചാലും ഒരു പക്ഷേ നമുക്കൊരു മടിയൊക്കെ വരുമല്ലോ. ആ മടിയൊക്കെ എങ്ങനെയാണ് ആര്യ ഒഴിവാക്കിയെടുത്തത്? ഞാനാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള സൗമ്യ എന്ന് പറയുന്ന ചേച്ചിയുടെ മോട്ടിവേഷൻ ബുക്ക് വായിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു ഊർജ്ജം കിട്ടി പഠിക്കാനായിട്ട്. ഓൾ ദി ബെസ്റ്റ് ആര്യ. ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. LD ടൈപ്പിസ്റ്റ് 25ാം റാങ്ക് നേടി ഇടുക്കിയിൽ ജോലിയിൽ പ്രവേശിച്ച ആര്യയുടെ അനുഭവങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കേട്ടത്. ആര്യ എനിക്ക് വളരെ പേഴ്സണലി അറിയാവുന്ന കുട്ടിയാണ്. ഒരു വീട്ടമ്മയാണ്, അതേപോലെ ഒരു മോളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബിസി ആയിട്ടുള്ള ജീവിതമാണെങ്കിൽ പോലും അതിനിടയിൽ കൂടി പഠിച്ച് റാങ്ക് വാങ്ങിയൊരു കുട്ടിയാണ്. ആര്യ റാങ്ക് വാങ്ങിയതിൽ എനിക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നിയത്, ആര്യ പഠിക്കുന്നുണ്ടെന്നോ ഇങ്ങനൊരു എക്സാം എഴുതുന്നുണ്ടെന്നും ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു. പലപ്പോഴും നമ്മൾ PSCക്ക് വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ നമ്മളെല്ലാവരും അറിയിക്കാറുണ്ടല്ലേ. അതിനൊരു ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. അറിയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞല്ലോ, ഇനി ജോലി കിട്ടിയില്ലെങ്കിൽ മോശമല്ലേ എന്ന് കരുതി പഠിക്കുന്നവരുണ്ട്. ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടിയില്ലെങ്കിൽ എല്ലാവരും കളിയാക്കുമല്ലോ എന്നോർത്ത് ഡിപ്രഷനാവുന്ന കുട്ടികളുമുണ്ട്. അപ്പോൾ അതിന് 2 വശമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ ചെയ്യുക. പരമാവധി ആരോടും പറയാതെ പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ആര്യയുടെ പഠനത്തിൽ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആര്യ സെലക്ട് ചെയ്ത പരീക്ഷ എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും കാണുന്ന PSC എല്ലാം പഠിച്ചെഴുതാൻ നോക്കും, ഒന്നും കിട്ടാറില്ല. പക്ഷേ ആര്യയുടെ കേസിൽ അങ്ങനെയല്ല. ആര്യ ടൈപ്പിസ്റ്റ് കോഴ്സിന് പോയിട്ട് ആ എക്സാമിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ജോലി പെട്ടെന്ന് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഒരുപാട് ചാൻസസ് ഉള്ള അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടുന്ന പരീക്ഷകൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. അതിനുള്ള കോഴ്സുകളൊക്കെ പെട്ടെന്ന് പോയി ചെയ്യുക. എന്നിട്ട് അങ്ങനത്തെ എക്സാംസിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. എല്ലാവരും ഇപ്പോൾ ഒരു സെക്രട്ടറി അസിസ്റ്റൻ്റ് എഴുതുന്നു, എല്ലാവരും അതിൻ്റെ പിറകിൽ പോകുന്നു. അപ്പം നമുക്ക് ജോലി കിട്ടാൻ സാധ്യത കുറവാണ്. പക്ഷേ കുറച്ച് റെയറായിട്ടുള്ള കോഴ്സുകളൊക്കെ ചെയ്ത് PSCകളൊക്കെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്നതാണ്.